ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് സ്റ്റീലിന് കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന മോയിൽ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഉയർന്ന സാലറിയാണ്, 50,000 മുകളിൽ സാലറി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ട്രെയിനിങ് സമയത്ത് കിട്ടും. ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോയിൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മുൻപ് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ് എന്നായിരുന്നു. ഇതൊരു മിനിരത്ന കാറ്റഗറിയിലുള്ള ഒരു കമ്പനിയാണ്, പബ്ലിക് സെക്ടർ കമ്പനിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പം ഇതിൽ പ്രധാനമായിട്ട് ഇവർക്ക് ഒരുപാട് ഓപ്പൺ കാസ്റ്റ് മൈനിങ് അതുപോലെ അണ്ടർഗ്രൗണ്ട് മൈനിങ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് അതുപോലെ സെലക്ഷൻ മെത്തേഡ് തുടങ്ങിയിട്ടുള്ള എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയും. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ കയറി ഇവിടെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിങ്ങനെ അതിൽ ഈ പറയുന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ISRO അതുപോലെ RRBൻ്റെ ഒക്കെ ഇതിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നേരെ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം മോയിൽ ലിമിറ്റഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ് കാണാം. മാർച്ച് 1 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് ട്രെയിനി, അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനീസ്, അതുപോലെ മാനേജർ സർവേ തുടങ്ങിയ 3 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്തല്ല നിങ്ങൾ വിചാരിക്കരുത് ഒരു ട്രെയിനിങ് മാത്രമാണോ, അത് അങ്ങനെയല്ല. ഇത് പെർമനൻറ്റ് വേക്കൻസി തന്നെയാണ് കേട്ടോ. സ്ഥിര പോസ്റ്റ് തന്നെയാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇത് അപ്രൻറ്റീഷിപ്പോ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ ട്രെയിനീസ് കേട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞാണ്. ഇത് പെർമനൻറ്റ് വേക്കൻസിയാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ് ആയിരുന്നു മുൻപ്. ഇപ്പോൾ അത് മോയിൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞു. പബ്ലിക് സെക്ടർ PSU ആണ് എന്നുള്ളത് പറഞ്ഞു. മിനിസ്ട്രി ഓഫ് സ്റ്റീലിന് കീഴിൽ വരുന്നതൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഓൺലൈൻ ഡേറ്റ് വരുന്നത് മാർച്ച് 1 മുതൽ നിങ്ങൾക്ക് മാർച്ച് 21 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഗ്രാജുവേറ്റ് ട്രെയിനി മൈൻസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അതിൻ്റെ ഡിസിപ്ലിൻ വൈസ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മൈനിങ്ങിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 60% മാർക്കോട് കൂടി നിങ്ങൾ മൈനിങ്ങിൽ BA or BTech ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് ഗ്രാജുവേറ്റ് ട്രെയിനി മെക്കാനിക്കലാണ്. ഇത് മെക്കാനിക്കൽ ആണ് ഡിസിപ്ലിൻ. അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എന്താണ് BA or BTech 60% മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക്കലാണ്. BA or BTech നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പവർ ഓർ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം കേട്ടോ. ഓക്കെ, അടുത്ത മാനേജ്മെൻറ്റ് ട്രെയിനി ജിയോളജിയാണ്. ജിയോളജി നിങ്ങൾക്ക് എന്താണ് PG ജിയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ, അപ്ലൈഡ് ജിയോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാജുവേറ്റ് ട്രെയിനിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കെമിക്കൽ വിവിധ കാറ്റഗറി ഉണ്ട്. മെറ്റലർജി, ദെൻ മിനറൽ പ്രോസസ്സിംഗ്. അപ്പോൾ ഓരോന്നിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്നുകിൽ ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BA or BTech 60% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനിൽ 60% മാർക്കോട് BA or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 60% മാർക്കോടുകൂടി മിനറൽ പ്രോസസ്സിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് MTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് മെറ്റീരിയലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാജുവേറ്റ് ഇൻ എനി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനാണ് പറയുന്നത് കേട്ടോ. ഏതെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് BA or BTech ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് MBA ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതായത് മെറ്റീരിയൽ മാനേജ്മെൻറ്റിലുള്ള MBA വേണം അതിൻ്റെ കൂടെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന BA or BTech ഇൻ ഡിസിപ്ലിൻ വിത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലോ. ഓക്കെ, അതായത് ഈ പറയുന്ന PG ഡിപ്ലോമ നിങ്ങൾക്ക് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള BA or BTech ഡിസിപ്ലിനിലുള്ള BA or BTech പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ എന്താണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിലുള്ള MBA വേണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ PG ഡിപ്ലോമ വേണം. ഒന്നെങ്കിൽ MBA വേണം അല്ലെങ്കിൽ PG ഡിപ്ലോമ, അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒന്ന് വേണം കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കോൺട്രാക്ട് മാനേജ്മെൻറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആണ്. ജസ്റ്റ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ഫൈനാൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് സ്പെഷ്യലൈസേഷനോട് കൂടി MBA ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ പ്ലസ് MBA ആണ്. അത് MBA നിങ്ങൾക്ക് ഫൈനാൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലോ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ല MBA അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഫൈനാൻസോ അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലോ PG ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. 60% മാർക്ക് വേണമെന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനി പേഴ്സണൽ ഓർ വെൽഫെയർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ലേബർ വെൽഫെയർ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യലൈസേഷനോട് കൂടി ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, PG ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് നമുക്ക് വേണ്ടത് 60% മാർക്ക് വേണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് PG ഡിഗ്രി ഒരു ഡിപ്ലോമ ഈ പറയുന്ന IRPM അല്ലെങ്കിൽ മാസ്റ്റർ ഇൻ ലേബർ സ്റ്റഡീസിലുള്ള ഈ പറയുന്ന PG ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഡിപ്ലോമ 2 വർഷം ഡ്യൂറേഷനിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 60% മാർക്ക് വേണം. അതല്ലെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾക്ക് MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ HRD ഈ പറയുന്ന ആ ഒരു സ്പെഷ്യലൈസേഷനോട് കൂടി MBA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. ഓക്കെ, പിന്നെ ഈ ലോ ഗ്രാജുവേറ്റ് അതായത് LLB ഒക്കെ ഉള്ളവർക്ക് എന്താണ് കുറച്ച് മുൻഗണന ഉണ്ടാവുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും നിർബന്ധമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടാവുന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ പ്ലസ് എന്താണ് ഈ ഗ്രാജുവേഷൻ ഈ പറയുന്ന LLB ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന ഉണ്ടാവും. ഇനി അടുത്ത മാനേജ്മെൻറ്റ് ട്രെയിനി ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് CA ICWA CM ഒക്കെ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് മാനേജർ സർവേ ആണ്. ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷനുകൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2 കാറ്റഗറിയാണ്. ഒന്ന് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ആണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം 60% മാർക്കോടുകൂടി പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മൈനിങ് സർവേയിങ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 60% വേണം. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതോടൊപ്പം തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൈനിങ് സർവേയിലുള്ള ഡിപ്ലോമയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയോ 60% ഉണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്താണ് സർവേ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന 4 കാര്യങ്ങൾ വന്നാലേ അവർക്ക് എന്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 60% മാർക്കോടുകൂടി പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ ഇൻ മൈനിങ് സർവേയിങ്ങിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഈ സർവേയറിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ 2 കാറ്റഗറി രീതിയിലുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസിപ്ലിൻ വൈസ് വേക്കൻസി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഓരോന്നിൻ്റെ കേട്ടോ. ഓക്കെ, ഓരോന്നിൻ്റെ വേക്കൻസി ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ആകെ മൊത്തം വേക്കൻസി 44 വേക്കൻസിയാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജനറൽ വേക്കൻസികൾ നോക്കാം. ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. EWS SC OBCൻ്റെ വേക്കൻസി ഒക്കെ ഉണ്ടോ നോക്കാണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, വളരെ ലിമിറ്റഡ് വേക്കൻസി ആയിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് അപേക്ഷകളൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. ഇങ്ങനെയുള്ള ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളായതുകൊണ്ട് ഇത് ടെസ്റ്റ് സിറ്റീസ് വരുന്നത് നമുക്ക് കേരളത്തിലൊന്നുമില്ല. ബാംഗ്ലൂരിൽ പോയിട്ട് എഴുതേണ്ടി വരും അല്ലെങ്കിൽ ചെന്നൈ പോയി എഴുതേണ്ടി വരും. പിന്നെ മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നോർത്തേൺ റീജിയനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് കേരളത്തിലുള്ളവരാണെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈക്ക് എന്താണ് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതിനടുത്തോടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. 85 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കും, 85 മാർക്കിന്. അതിൽ ജനറൽ നോളജ് 10 മാർക്ക്, റീസണിങ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അത് സെഗ്മെൻറ്റ് പാർട്ട് 1 ആയിട്ട് നമുക്ക് കണക്കാക്കാം. പാർട്ട് 2 വരുന്നത് സബ്ജക്റ്റ് നോളജ് ആയിരിക്കും. നിങ്ങളുടെ ഏതാണോ സബ്ജക്റ്റ് അതുമായി ബന്ധപ്പെട്ട 55 ക്വസ്റ്റ്യൻ അതുമായിട്ടുണ്ടാവും. ഓക്കെ, മാർക്ക് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ. അപ്പോൾ അതിൽ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. എന്നിട്ട് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ ഫൈനലി അതിനുമ്പാടെ കണക്കാക്കിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് രജിസ്റ്റേർഡ് ഇമെയിൽ ID നമുക്ക് അയക്കും. ഇപ്പോൾ മെയിൽ ID ഒക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപേക്ഷാ ഫീസ് വരുന്നുണ്ട് 590 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. എന്നാൽ SC ST PWD എക്സ് സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളവർക്ക് 590 രൂപ അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 21/3/2024 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. 30 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ, ഈ പറയുന്ന ഗ്രാജുവേറ്റ് ട്രെയിനി മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. എന്നാൽ മാനേജർ സർവേ എന്നുള്ള പോസ്റ്റിലേക്കാണെങ്കിൽ 35 ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പം ഇതിലേക്ക് SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷം, OBCക്ക് 3 വർഷവും, PWDയിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. മാനേജറിലേക്കാണെങ്കിൽ SC ST നിങ്ങൾക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. PWD കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി മറ്റു ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഗ്രാജുവേറ്റ് ട്രെയിനി മാനേജ്മെൻറ്റ് ട്രെയിനിലേക്കാണെങ്കിൽ E2 ഗ്രേഡിലാണ്. അത് 50,000 മുതൽ 1,60,000 ആണ് ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. അപ്പോൾ നല്ല ഉയർന്ന സാലറി ആയിരിക്കും, ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനീഷ്യലി നമുക്ക് എന്താണ് 50,000 ആയിരിക്കും നമുക്ക് ബേസിക് പേ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നത് 50,000 ആയിരിക്കും കിട്ടുക. ആ ട്രെയിനിങ് പീരീഡ് 1 വർഷം നമുക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പെർമനൻ്റ് ആക്കും. പെർമനൻ്റ് ആക്കുന്ന സമയത്ത് ഈ സ്കെയിലായിരിക്കും നമുക്ക് പിന്നീട് ലഭിക്കുക. ഓക്കെ, ഇനി മാനേജർ സർവേ ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ്, സെയിം സ്കെയിലാണ് വരുന്നത്, E2 ഗ്രേഡാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് കമ്പനിയുടെ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാൻ, പ്രധാനമായിട്ടും മഹാരാഷ്ട്ര മധ്യപ്രദേശിലാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം, പിന്നെ പേയ്മെൻറ്റ്, പിന്നെ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ 3 സ്റ്റേജസ് ആണ്. ഇപ്പം നമ്മൾ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഈ 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണെങ്കിൽ ഇതേപോലെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതണം കേട്ടോ. അവിടെ നിങ്ങളുടെ പേര് ചെയ്താൽ ബാക്കി ഇതേപോലെ ചെയ്താൽ, മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. അങ്ങനെ ഡിക്ലറേഷൻ പാടെ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി നമ്മൾ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 200x230 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ, 20 KB 50 KB ആയിരിക്കണം ഫയൽ സൈസ്. ദെൻ സിഗ്നേച്ചർ ആണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് നമ്മൾ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിന് 150x160 ആയിരിക്കണം അതിൻ്റെ
പിക്സൽ, അതുപോലെ ഡയമെൻഷൻ, അതുപോലെ അതിൻ്റെ സൈസ് 10 KB 20 KB ഇടയിലായിരിക്കണം. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണെങ്കിൽ 20 KB 50 KB ഇടയിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണെങ്കിൽ 50 100 KB ഇടയിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫയലൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് SC/ST OBC ഇങ്ങനെയുള്ള ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ IBPS വഴിയാണ് ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേജിൻ്റെ ലിങ്ക് ഞാൻ തരാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ഡയറക്റ്റ് ലിങ്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്. ഇത് നിങ്ങൾ നോക്കണം കേട്ടോ, ടൈറ്റിലൊക്കെ നോക്കണം, അതെന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. അപ്പോൾ IBPSൻ്റെ സെയിം ഫോമാണ് ഉണ്ടായിരിക്കുക, എല്ലാം ഒരേ മാതൃക ഉണ്ടായിരിക്കുക. അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ബാങ്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അധികവും IBPSൻ്റെ ഉണ്ടാകുക. അപ്പോൾ സെയിം ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ബേസിക് ഫോം ഇൻഫോ കൊടുക്കുക, പിന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, മറ്റു ഡീറ്റെയിൽസ്, പ്രിവ്യൂ, ദെൻ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഡോക്യുമെൻറ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണ്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ്, ഓക്കെ, പേയ്മെൻറ്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. ബേസിക് ആയുള്ള ഫോമാണ്. അപ്പോൾ ഇതേ സെയിം ഫോം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബാങ്കിങ് എക്സാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഓൺലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ കോൺടാക്ട് ചെയ്താൽ ഇൻസ്റ്റയുടെ ലിങ്ക് ഒക്കെ താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമുക്കൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ, നമുക്ക് നിശ്ചിത സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.